വേദിയിൽ ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയ ഒരു നാടകങ്ങളിൽ ഒന്നായിരുന്നു. എല്ലാ നാടകങ്ങൾക്കും നല്ല കൈയ്യടിയായിരുന്നെങ്കിൽ കൂടിയും ഏറ്റവും നല്ല കൈയ്യടി കിട്ടിയ നാടകങ്ങളൊന്നായിരുന്നു പ്രകാശ് ടാക്കീസ്. അതിൻ്റെ സംഘാടകരും അതിൽ അഭിനയിച്ച താരങ്ങളുമാണ് നമ്മോടൊപ്പം ഉള്ളത്. എ ഗ്രേഡ് ആണല്ലേ ഞങ്ങൾക്ക്? അതെ, എ ഗ്രേഡ് ആവുള്ള. അത് മാത്രമല്ല, പ്രകാശായിട്ട് അഭിനയിച്ച ആരായിരുന്നു? എവിടെ പ്രത്യേക മെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? അറിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എത്ര സന്തോഷമുണ്ട്? നല്ല സന്തോഷമുണ്ട്. അറിയില്ല എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ നാടകം? മൊത്തത്തിൽ എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെയാണ് വിലയിരുത്തിയാൽ? പൊളി നാടകം. ഇതിലും വലിയ നാടകം വേറില്ല. പൊളിയല്ലേ? ബാക്കിയുള്ള 15 നാടകങ്ങൾ നിങ്ങളെ കൂടെ 15 പേരോട് ഉണ്ടായിരുന്നു. 15 നാടകങ്ങളുണ്ട്. എല്ലാവരും മറ്റ് ജില്ലകളിൽ നിന്ന് എത്തി എല്ലാവരും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. നിങ്ങൾ ഏതാണ് സ്കൂൾ? ഏതാണ്? നിങ്ങൾ എത്രാമത്തെ വർഷമാണ് നാടകവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നത്? ഞാൻ ഫസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം എന്നുള്ള നിലയിൽ? ഫസ്റ്റ് തന്നെ സ്റ്റേറ്റിലെത്തി എന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു റീലിൽ ഒളിച്ചിരുന്ന ഒരു കഥാപാത്രമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ കഥാപാത്രമായിട്ടൊക്കെ എത്തിയപ്പോൾ? ശരിക്കും അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു. നമ്മളെ ജീവിക്കായിരുന്നു. എങ്ങനെ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ അവതരണം സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ? എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷം, അഭിമാനം. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിന് 9 വർഷം സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിരുന്നു, മികച്ച നടനൊക്കെ ആയിരുന്നു. അതിൻ്റെ ആവേശത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം രണ്ടാമതും മികച്ചൊരു നാടകമായിട്ട് വന്നത്. കുട്ടികളൊക്കെ അവരെ പരമാവധി പെർഫോമൻസ് പുറത്തെടുത്തു. എല്ലാവരും അടിപൊളിയായിട്ട് എത്തി. മികച്ചൊരു ടീമിനെ, നാടക ചങ്ങായിസ് എന്ന് പറഞ്ഞ ടീമിനെ നമുക്ക് ട്രെയിനേഴ്സായിട്ട് കിട്ടി. അതൊക്കെയാണ് സന്തോഷം. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ പരമാവധി അവർ കുട്ടികൾ ചെയ്തു. നാടക ചങ്ങായിസ് നിങ്ങൾക്ക് സന്തോഷമായോ? വളരെ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു പിള്ളേർ? എങ്ങനെയുണ്ടായിരുന്നു തട്ടിക്കയറിയപ്പോൾ? അവർ എന്തായാലും അടിച്ചു പൊളിക്കുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ എ ഗ്രേഡ് പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും എ ഗ്രേഡ് പ്രതീക്ഷിക്കാൻ നമ്മൾ ഇത്രയും വരെ എത്തില്ലല്ലോ. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാടകത്തിൻ്റെ അണിയറയിലുള്ള പണികൾ, അതിൻ്റെ സെറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ കുട്ടികൾ തന്നെയാണ്. സ്കൂളിൽ സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്ന് വലിയ ആർട്ടിസ്റ്റുകൾ വിളിച്ച് ചെയ്യേണ്ട സാധനത്ത് ഇവരെന്ത് ചെയ്തു? ഈ കുട്ടികൾ തന്നെ രാവും പകലും ഇല്ലാണ്ട് ഞങ്ങൾ തന്നെ ചെയ്ത അവർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അത് സ്കൂളിനെ മൊത്തത്തിലൊരു ആഘോഷമാക്കി മാറ്റി ഈ നാടകത്തെ. അത് വലിയൊരു എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ള ഒരു നാടകമായി പോയത്. ഈ ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ഈ കളിച്ച 15 നാടകങ്ങളിലും സെറ്റ് വർക്ക് ചെയ്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ, ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അത് ഈ നാടകത്തിൽ തന്നെയാണ്. അത് ഞങ്ങൾ വളരെ അഭിമാനത്തോട് പറയുന്നു. അത് ചെയ്ത ആള് സെറ്റ് വളരെയധികം സന്തോഷം. അടിപൊളിയായിരുന്നു. സന്തോഷം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം സബ് ജില്ലയാണെങ്കിലും ജില്ലയാണെങ്കിലും ഇപ്പോഴും ഞാൻ ഇവരെ കൂടെ തന്നെ ഉണ്ട്, ഇവരുടെ ഒരാളായിട്ട് തന്നെ. അതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് സെറ്റിൻ്റെ ഇത് നമ്മുടെ സ്കൂളിൽ തന്നെ ഭയങ്കര സന്തോഷം. എ ഗ്രേഡ് കിട്ടിയത് സന്തോഷമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മറക്കാനാകാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായിരുന്നു? നല്ല തന്നെ. നമ്മൾ ഇത്രയും നല്ലൊരു നാടകം കളിച്ച് നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടി. നാടക ക്യാമ്പ് തന്നെ നമ്മളൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു എല്ലാവരും. നമ്മൾ 10 കുട്ടികൾ മാത്രമല്ല, സ്കൂളിലെ കുറേ ആൾക്കാർ, നമ്മുടെ ടീച്ചേഴ്സായാലും നമ്മുടെ കൂട്ടുകാരായാലും എല്ലാവരും ഒരുപോലെ നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. വലിയൊരു സന്തോഷം. ഏതായാലും ടാക്കീസിനുള്ളിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമകാലികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സാറേ പറയാനുള്ളത്? സമകാലികമായ വിഷയത്തോടൊപ്പം തന്നെ വളരെ സാമൂഹികമായ വിഷയങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 15 നാടകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസിൻ്റെ പിന്തുണ കിട്ടിയൊരു നാടകം ഇതായിരുന്നു. സ്വാഭാവികമായി ഉണ്ടായിരുന്ന കയ്യടികൾ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയുന്നതൊരു കുട്ടികളുടെ നാടകമാണ്. വിഷയത്തിലാണെങ്കിൽ പോലും അവതരണ ശൈലിയിലാണെങ്കിലും കുട്ടികളുടേതായ വലിയ പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ പെരളശ്ശേരി ടീം വന്നിരിക്കുന്നത്. അവർക്ക് ഇനിയും ഒരുപാട് നാടകരംഗത്ത് മുന്നേറാനുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെയാണ് ഞങ്ങൾ മടങ്ങുന്നത്. തീർച്ചയായും. ഏതായാലും മികച്ച പിന്തുണയായിരുന്നു വേദിയിൽ നിന്ന് കിട്ടിയിരുന്നത്. എല്ലാവരും ഒരുപാട് കാര്യം പറഞ്ഞോളൂ. പ്രകാശ് ടാക്കീസ് ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും കളിക്കും നമ്മൾ. പ്രകാശ് ടാക്കീസ് ഇവിടെ നിൽക്കുന്നില്ല, അത്ര വീണ്ടും പ്രകാശ് ടാക്കീസ് ഏതായാലും ഇപ്പോൾ ഈ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ കണക്കുകളൊക്കെ നോക്കുന്ന കോടികളുടെ കണക്കാണ്. ആ കോടികൾക്ക് സമാനമായിട്ടുള്ള ഒരു ഗ്രേഡാണ് ഇവിടുന്ന് കിട്ടിയല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രകാശ് ടാക്കീസിന്റെ റീൽ ഇനി ഉരുളും വീണ്ടും. അപ്പോൾ മികച്ച പിന്തുണയോട് കൂടിയായിരുന്നു, അല്ലെങ്കിൽ മികച്ച കൈയടികളായിരുന്നു പ്രകാശ് ടാക്കീസിന് കിട്ടിയിരുന്നത്. അത് വീണ്ടും തുടരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ അനുവിനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി. ചങ്കെടുത്ത് ചങ്ക് വെച്ച് ചങ്ക് കാട്ടുന്നോറാ, ചങ്കട ഓറ നാടകക്കാരാ, ഓറ നാടകക്കാരാ. നാട്യമുള്ള നാട്ടിലെല്ലാം നാട്ടുന്നോറാ, നാട്ടിലൊക്കെ നാട്യം കാട്ടുന്നോറാ. ഓറ നാടകക്കാരാ, ഓറ നാടകക്കാരാ.
ഓറ ഓറ നാടകക്കാരാ ഓറ ഓറ നാടകക്കാരാ